ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ PSC ടോക്സ് ബൈ ആദി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ LGS LDC റാങ്ക് പറയുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് കോമൺ ആയിട്ട് ഞാൻ കണ്ടൊരു കമൻറ്റാണ് എൻ്റെ സ്റ്റഡി ടിപ്സിനെ കുറിച്ച്. ഇന്ന് ആ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. PSC പഠിക്കുന്ന ഓരോരുത്തരും ഫോളോ ചെയ്യേണ്ട കുറച്ച് ടിപ്സാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മെയിനായിട്ടും LGS ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ടിപ്സ് ഷെയർ ചെയ്യുന്നത്. ഇനി വരുന്ന ഒരു മെയിനായിട്ടുള്ള എക്സാമാണ് കമ്പനി ബോർഡ് LGS. അതിന് പ്രിപ്പയർ ചെയ്യുന്ന ഓരോരുത്തരും ഈ ഒരു രീതിയിൽ പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആദ്യ റാങ്കുകളിൽ തന്നെ വരാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരാണ്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഏത് എക്സാമാണോ ക്രാക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സിലബസ് പ്രിൻ്റ് എടുത്തോ എഴുതിയോ നമ്മുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു ഭാഗവും നമ്മൾ പഠിച്ചു കഴിയുമ്പം നമുക്കിനി എത്ര ഭാഗങ്ങൾ പഠിക്കാനുണ്ട്, ഏതൊക്കെ നമ്മൾ കവർ ചെയ്തു എന്നൊക്കെ നമുക്ക് സിലബസിൽ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുമാത്രമല്ല ഏതൊക്കെ ഏരിയയിൽ കൂടുതൽ നമ്മൾ സ്ട്രെസ് കൊടുത്ത് പഠിക്കണമെന്ന് അതിനകത്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് SCERT ടെക്സ്റ്റ് ബുക്കുകൾ 5 മുതൽ 10 വരെയുള്ളത് സോഷ്യൽ സയൻസും ബേസിക് സയൻസും നല്ല പോലെ വായിച്ച് മനസ്സിലാക്കി തന്നെ പഠിക്കണം എന്നുള്ളതാണ്. വെറുതെ വായിച്ച് വിട്ടാൽ മാത്രം പോരാ, കാരണം നമുക്കത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നല്ലപോലെ വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാനാണെങ്കിൽ കേരള ബോർഡ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിരുന്നു. അതിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കുകൾ PDF ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അങ്ങനെ അത് വായിച്ച് ഞാൻ പഠിച്ചിരുന്നത്. പിന്നെ PSC പള്ളിക്കൂടം എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷൻ, നമ്മുടെ പ്രൈം PSCയുടെ ഒരു പബ്ലിക്കേഷൻ്റെ ഒരു ബുക്കും പിന്നെ ലക്ഷ്യയുടെ ഒരു ബുക്കും ഉണ്ടായിരുന്നു. അത് രണ്ടും സോർട്ട് ചെയ്തിട്ടാണ്, അതായത് മെയിൻ പോയിൻറ്റ്സ് മാത്രം ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ വരുന്ന ബുക്കാണത്. അത് ടെക്സ്റ്റ് ബുക്ക് നേരിട്ട് ഫുള്ള് വായിച്ച് മനസ്സിലാക്കി ഷോർട്ട് നോട്ട് തയ്യാറാക്കിയതിന് ശേഷം റിവിഷൻ ടൈമിലാണ് ഞാൻ ഈ ഒരു 2 ഗൈഡും, അതായത് ലക്ഷ്യയുടെയും അതുപോലെ തന്നെ പ്രൈം PSCയുടെയും SCERTയുടെ ഗൈഡുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അടുത്തൊരു ടിപ്പെന്ന് പറഞ്ഞാൽ PYQ വർക്കൗട്ടാണ്. ഡെയിലി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യുമായിരുന്നു. അതിപ്പം തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, മറ്റുള്ള ടെലിഗ്രാം ചാനലുകൾ, അതായത് വൊക്കാബ് സ്പീഡിയൊക്കെ ഡെയിലി 2 മണിക്ക് ക്വസ്റ്റ്യൻ ഇടും അവരുടെ ചാനലിൽ. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് യൂട്യൂബ് ചാനൽസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, മറ്റുള്ള പബ്ലിക്കേഷൻസ്. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ബെസ്റ്റിൻ്റെ ബുക്കുണ്ട്, ഒരു LGSൻ്റെ ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഒരു 109 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉള്ളൊരു ബുക്കുണ്ട്. അത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള പബ്ലിക്കേഷൻസ് ഒരുപാട് പേര് PYQൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് പോലെയൊക്കെ പുറത്തിറക്കുന്നുണ്ട്. അതായിക്കോട്ടെ, നിങ്ങൾ കറക്റ്റ് PSCയുടെ എക്സാം ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ അലാമൊക്കെ സെറ്റ് ചെയ്തിട്ട് മാക്സിമം നിങ്ങൾ OMRൽ തന്നെ അത് ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കണം. ഡെയിലി ഇങ്ങനെ PYQ ചെയ്ത് നോക്കണതിൻ്റെ ഗുണം നിങ്ങൾക്ക് ഇപ്പം ചെയ്ത് നോക്കണ ടൈമിൽ മനസ്സിലാവില്ല, അത് ആ എക്സാം ഹാളിൽ ചെല്ലുമ്പോഴേ മനസ്സിലാവുള്ളൂ. നമുക്ക് കറക്റ്റായിട്ട് ടൈം മാനേജ്മെൻറ്റിന് അത് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഡെയിലി എക്സാം ചെയ്യുമ്പം ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് വളരെ മാർക്ക് കുറവായിരിക്കും. അയ്യോ എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് അത് അവിടെ ഇട്ടിട്ട് ഡൗൺ ആയിട്ട് പിന്നീട് PSC ഒക്കെ കളഞ്ഞിട്ട് അങ്ങ് പോവരുത്. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആദ്യം മാർക്ക് കുറവായിരിക്കും. പിന്നീട് നമ്മൾ എത്രത്തോളം പഠിച്ച് കയറി വരുന്നോ അതിനനുസരിച്ച് നമ്മുടെ മാർക്ക് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഒരു എക്സാം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏതൊക്കെ തെറ്റി അതൊക്കെ നമ്മൾ വേറൊരു ബുക്ക് എടുത്തിട്ട് അതിനകത്ത് എഴുതി വെക്കണം. എന്നിട്ട് അത് അവിടെ ഇട്ടിട്ട് പോവരുത്. പിറ്റേ ദിവസം അത് റിവൈസ് ചെയ്യണം. രണ്ടാമത്തെ ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പം അതിലും തെറ്റിയത് എഴുതി വെക്കണം. അപ്പോൾ മൂന്നാമത്തെ ദിവസം ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും ദിവസത്തേത് റിവൈസ് ചെയ്യണം. അങ്ങനെ മുന്നോട്ട് പോയാൽ ഏതെങ്കിലും ഒരു എക്സാമിന് നമ്മൾ ഈ എഴുതി വെച്ചിരുന്നതെന്ന് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടുണ്ടാവും. PYQന് നമ്മുടെ PSCയിലുള്ള ഇമ്പോർട്ടൻസ് അത്ര വലുതാണ്. അടുത്തതായിട്ട് മാത്സ് വർക്കൗട്ടാണ്. മാത്സ് വർക്കൗട്ട് ഡെയിലി നമ്മൾ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് സ്പീഡ് കിട്ടുള്ളൂ. മാത്സ് ചെയ്യാനായിട്ടുള്ള സ്പീഡ് കൂടി വരുള്ളൂ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ള മാത്സ് ചെയ്യാം. പിന്നെ സിലബസ് അനുസരിച്ച് നമ്മൾ മാത്സ് ഓരോ സിലബസിലെ പോർഷൻസും എടുത്തിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ റാങ്ക് ഫയലിലൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെ കവർ ചെയ്ത് പോവുകയാണെങ്കിലും അത് നല്ലതായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കറണ്ട് അഫെയർസ് ആണ്. കറണ്ട് അഫെയർസ് ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സാഹിത്യത്തിൻ്റെ അവാർഡുകൾ, ഫിലിം അവാർഡുകൾ, അങ്ങനെ പിന്നെ പ്രധാനപ്പെട്ട പദവി വഹിക്കുന്നവർ, അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇതൊക്കെ നമ്മൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓരോ വർഷത്തെ പ്രത്യേകം എഴുതി നമ്മൾ നോട്ടായിട്ട് തന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൽ നിന്നൊക്കെ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്.
അപ്പം CA നോക്കാനായിട്ട് നമുക്ക് ടെലഗ്രാം ചാനലുകൾ വൊക്കാബ്സ്പീഡിയയുടെ ഒക്കെ CA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അതിൽ നിന്നൊക്കെയാണ് എനിക്ക് ആ ഒരു ചാനലിൽ നിന്നാണ് CA എനിക്ക് മൊത്തം കിട്ടിയത്. അപ്പം അതുപോലെ തന്നെ CA ഹാക്കേഴ്സ്, ഡെയിലി CA എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ചാനലുകളുണ്ട് നമ്മുടെ ടെലഗ്രാമിൽ. അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സോഴ്സുകളാണ്. മാക്സിമം നമ്മൾ അതിനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഏറ്റവും അവസാനത്തെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റിവിഷനാണ്. നമ്മൾ വെറുതെ ഇങ്ങനെ പഠിച്ചു പോയിട്ട് മാത്രം കാര്യമില്ല. അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുകയും കൂടെ വേണം. ഞാൻ ഫോളോ ചെയ്തിരുന്ന റിവിഷൻ രീതി എന്ന് പറഞ്ഞാൽ ഡെയിലി റിവിഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡായിരുന്നു. അതായത് ഇന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ ഇന്ന് കിടക്കുന്നതിന് മുൻപായിട്ട് ഞാനൊന്ന് ഓർത്ത് നോക്കും. എന്നിട്ട് പിറ്റേ ദിവസത്തെ ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുൻപ് വീണ്ടും അത് റിവൈസ് ചെയ്തതിന് ശേഷം മാത്രമേ പിറ്റേ ദിവസത്തെ ടോപ്പിക്ക് തുടങ്ങുകയുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ വീക്ക്ലി റിവിഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡിലേക്ക് മാറാം. അതായത് ഒരാഴ്ച പഠിച്ചത് മൊത്തം ആ ഒരു സാറ്റർഡേ സൺഡേ കൊണ്ട് റിവൈസ് ചെയ്തിട്ട് വീണ്ടും മൺഡേ പുതിയ ടോപ്പിക്ക് തുടങ്ങുക എന്നുള്ള ഒരു സംഭവം. പിന്നെ അത് ഓരോ മാസവും റിവൈസ് ചെയ്യണം കേട്ടോ. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ള ടിപ്സ്. ഈ ഒരു രീതിയിലാണ് ഞാൻ പഠിച്ച് ഇതുവരെ എത്തിയത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ മനസ്സ് ക്ലിയർ ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഫ്രീ ആയിട്ട് സ്ട്രെസ്സൊന്നും ഓവറായിട്ട് കൊടുക്കാതെ ടെൻഷനൊന്നും അടിക്കാതെ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. ഇല്ല അനാവശ്യ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഇത് കിട്ടുമോ അല്ലെങ്കിൽ കിട്ടൂലേ, എത്ര നാളെടുക്കും. ഇത് PSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ചുറ്റുമുള്ളവരെ പറഞ്ഞും മനസ്സിലാക്കിപ്പിക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലിയിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും.